ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5-ലെ ബേസിക് സയൻസിലെ 8th ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്ററാണ് അല്ലേ. അതിൽ ഡൈവേഴ്സ് ഓർഗാനിസം എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എന്താണ് ഡൈവേഴ്സ് ഓർഗാനിസംസ്? കുറേ ഓർഗാനിസംസിനെയൊക്കെ നമുക്ക് അറിയാമല്ലേ, ജന്തുജാലങ്ങളാണ് അല്ലേ. അപ്പോൾ എന്താണെന്ന് നോക്കാം. നോക്കൂ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് വന്നിട്ടില്ലേ? അപ്പോൾ നമ്മൾ മാങ്ങ അങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ച്, അപ്പോൾ മാങ്ങ തിന്നുമ്പോൾ ആ മാങ്ങേൻ്റെ ഉള്ളിൽ ഒരു പുഴു വന്നാൽ നമ്മൾ ചിന്തിക്കാറില്ലേ, ഈ പഴത്തിനുള്ളിൽ ഈ മാങ്ങേൻ്റെ ഉള്ളിൽ എങ്ങനെ പുഴു വന്നു എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാറില്ലേ? അതേപോലെ തന്നെയാണ് അല്ലേ ഈ കുട്ടിക്ക് ചിന്തിക്കുന്നില്ലേ, ഹൗ ഡിഡ് ദിസ് വേം ഗെറ്റ് ഇൻസൈഡ് ദ മാംഗോ? ഈ മാങ്ങേൻ്റെ ഉള്ളിൽ പുഴു എങ്ങനെയാണ് വന്നത് എന്നുള്ള കൺഫ്യൂഷനാണ് അല്ലേ. വാട്ട് ഈസ് യുവർ ഗസ്? എന്താണ് നിങ്ങളുടെ ഗസ്? നിങ്ങളുടെ ഊഹം എന്താണ്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദ ഫൈൻഡിങ്സ് ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ കണ്ടുപിടുത്തം എന്താണ്, നിങ്ങൾ കണ്ടുപിടിച്ചത് എന്താണ്, അത് നിങ്ങളെ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആർ വേംസ് ഫൗണ്ട് ഓൺലി ഇൻസൈഡ് ഫ്രൂട്ട്സ്? പഴങ്ങളിൽ മാത്രമാണോ ഈ പുഴുക്കളുള്ളത്, വേംസ് ഉള്ളത്? പഴങ്ങളിൽ മാത്രമാണോ? ഹാവ് യു സീൻ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വേംസ് ഇൻ യുവർ സറൗണ്ടിങ്സ്? അല്ലേ, നിങ്ങളുടെ പരിസരത്ത് പലതരം പുഴുക്കളെ കണ്ടിട്ടില്ലേ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഫ്രം വേർ ഡു ദേ കം? അത് എവിടെ നിന്നാണ് വരുന്നത്? എങ്ങനെയാണ് ഇവ ഉണ്ടാകുന്നത്? Worms are formed from the eggs of certain insects. Observe the picture and record the findings. അപ്പോൾ എന്താണ് ഇൻസെക്റ്റ് അല്ലേ, എന്താണ് പ്രാണികൾ, ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണെന്ത് ഈ വേംസ് ഉണ്ടാകുന്നത് അല്ലേ. നോക്കൂ, ഈ പിക്ചേഴ്സ് ഒക്കെ നോക്കിയേ. നിങ്ങളുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് നോക്കൂ. ഇത് ബട്ടർഫ്ലൈ ആണ് അല്ലേ. പിന്നെതാ വേംസ് കണ്ടോ, ഈച്ചന്റെ കണ്ടില്ലേ, അതുപോലെ ഈ ഇതിന്റെ കണ്ടില്ലേ, കണ്ടോ. Then find out and write down more examples of creatures that hatch into worms. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മുട്ട വിരിഞ്ഞ് ഹാച്ച് അല്ലെ, മുട്ട വിരിഞ്ഞ് പുഴുവായി മാറുന്ന ജീവികൾ കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് മുട്ട വിരിഞ്ഞിട്ട് എന്താണ് പുഴുവായി മാറുന്നുണ്ട് അല്ലെ. ആ ജീവികൾക്ക് കൂടുതൽ ഉദാഹരണം കണ്ടെത്താൻ. ഒബ്സർവ് ദ പിക്ചർ, ചിത്രം നോക്കിയേ. എഗ് വിരിഞ്ഞ് എന്താണ് ലാർവ അല്ലെ, ലാവയാവും ആൻഷ്ലിയോൺ എന്ന് പറയും അല്ലേ. ഓക്കെ, കുഴിയാന അല്ലേ. പിന്നെന്താണ് പ്യൂപ്പ, പിന്നെന്താണ് അത് പ്യൂപ്പയാവുന്നു അല്ലേ. പിന്നെന്താണ് ആൻലിയോൺ ലേസ് വിങ്, പിന്നെന്താണ് ആൻലിയോൺ എന്താണ് വിങ്, ചിറക് ഉണ്ടാവുകയാണ് അല്ലേ. കണ്ടോ. അപ്പൊ ആൻഷ്ലിയോന്റെ നമ്മൾ കുഴിയാനകളൊക്കെ കാണലുണ്ട് അല്ലേ. നമ്മളെ വീട്ടിന്റെ പരിസരത്തൊക്കെ എന്താണ് ഒരു ചെറിയ കുഴി പോലെ ഉണ്ടാവും അല്ലേ. ആ കുഴിയൊന്ന് കുഴിച്ച് നോക്കിയാലുണ്ടാവും കുഴിയാന അല്ലേ. ഓക്കെ, ആൻലിയോൺ ആണ് ഇത് കേട്ടോ. പിന്നെ പ്യൂപ്പയായി മാറും. പിന്നെ എന്താവും അതിന്റെ ചിറകൊക്കെ വിരിച്ചിട്ട് ഒരു ഇൻസെക്റ്റായി മാറുകയാണ് അല്ലേ. ഡസ് ദ ആൻലിയോൺ ഹാച്ച്ഡ് ഫ്രം ദ എഗ്? അപ്പൊ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഴിയാനക്ക് അതിന്റെ മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടോ? ലുക്ക് ലൈക്ക് ഇറ്റ്സ് പാരന്റ് ക്രീച്ചർ, അതിന്റെ പാരന്റ് ക്രീച്ചറിനോട് സാദൃശ്യം ഉണ്ടോ? വാട്ട് ആർ ദ അതർ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു ദ ആൻഷ്ലിയോൺ? കുഴിയാനക്ക് പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? നോക്കൂ, എന്തൊക്കെയാണ്? ഈ മുട്ട വിരിയുമ്പോൾ എന്താണ് ആൻഷ്ലിയോൺ ആവുന്നുണ്ട് അല്ലെ, കുഴിയാന ആവുന്നുണ്ട്. പിന്നെ പ്യൂപ്പി ആയിട്ട് പിന്നെയാണ് എന്ത് അതിന്റെ പാരന്റ് ക്രീച്ചറിലേക്ക് എത്തുന്നത് അല്ലെ, ആ ഷേപ്പിലേക്ക് എത്തുന്നത്. നോക്കൂ, ആൻഷ്ലിയോൺ ഡൂഡിൽ ബഗ് എന്നും പറയും കേട്ടോ. ഓക്കെ, ദെൻ is the larva of a kind of winged insect called Antlion lacewing. They make funnel-shaped pitch in sand and eat small insects like ants. They are called Antlion because they capture ants. Its larva makes a cocoon using sand grains and thin silk fibers secreted by itself and becomes a pupa. This pupa undergoes changes to become the insect. എന്താണ് ആൻഷ്ലിയോണ്? ഈ ലേസ്വിങ് എന്ന ഒരു ഇന ചിറകുള്ള പ്രാണിയുടെ ലാവയാണെന്ത് ഈ ആൻഷ്ലിയോൺ അല്ലെ, കുഴിയാന എന്ന് പറയുന്നത് അല്ലെ. ഈ പൂഴി മണ്ണിൽ ഫണലിന്റെ ആകൃതിയിൽ, ഫണലില്ലേ, ആ ഫണലിന്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറു പ്രാണികളെ ഭക്ഷിച്ചാണ് ദൈവ ജീവിക്കുന്നത്. ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ടാണ് ഇംഗ്ലീഷിൽ ആന്റി ലയൺ എന്ന ആണ് കുഴിയാനക്ക് പേര് വന്നത് അല്ലെ. ഉറുമ്പിനെയാണ് ഭക്ഷണമാക്കുന്നത് അല്ലെ. ഈ ലാവ മൺതരികളും പിന്നെന്താണ് നേർത്ത നൂലും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായി മാറുന്നു. പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് എന്താക്കുന്നത് ഈ പ്രാണി ആവുന്നത് അല്ലെ, ഉണ്ടാകുന്നത്. അതാണ് ആൻഷ്ലിയോൺ അല്ലെ, ആൻഷ്ലിയോൺ. ഓക്കെ, ദെൻ
ഈ മെറ്റാമോർഫിസിസ് എന്താണ്? മെറ്റാമോർഫിസിസ് രൂപാന്തരണം അല്ലെ. In some creatures, the larva do not resemble the parent. The larva formed from the egg goes through different stages of growth and becomes a creature resembling the parent. This change is called metamorphosis. അല്ലെ, ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് അതിന്റെ ആ പാരന്റ് ക്രീച്ചറിനോട്, മാതൃജീവിയോട് എന്താണ്, തീരെ സിമിലാരിറ്റി ഉണ്ടാവില്ല അല്ലെ, സാദൃശ്യം ഉണ്ടാകില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാവ എന്താണ്, വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്ന് അതിന്റെ മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്നു. അതിന്റെ പാരന്റ് ക്രീച്ചറിനോട് എന്താണ്, സാദൃശ്യമുള്ളതായി മാറുകയാണ് അല്ലെ. ഈ മാറ്റത്തെ രൂപാന്തരണം, അതായത് ഈ മാറ്റത്തെയാണ് എന്ത് പറയുന്നത്, മെറ്റാമോർഫിസിസ് എന്ന് പറയുന്നത്. എന്താണ്, ചില ജീവികൾ എന്താണ്, അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് എന്താണ്, അതിന്റെ പാരന്റ് ക്രീച്ചറിനോട് തീരെ സിമിലാരിറ്റി ഉണ്ടാവില്ല. എന്താണ് അത് പിന്നെന്താ, മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ഈ ലാവ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്ന് അതിന്റെ പാരന്റ് ക്രീച്ചറിനോട് സാദൃശ്യമുള്ളതായി മാറുന്നു. ഈ മാറ്റത്തെയാണ് മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. വാട്ട് അതർ ക്രീച്ചേഴ്സ് ഡു യു നോ ദാറ്റ് ഗോ ത്രൂ സച്ച് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്? ഇനി ഇത്തരത്തിൽ വളർച്ചാഘട്ടങ്ങളുള്ള മറ്റേതെല്ലാം ജീവികളെ നിങ്ങൾക്കറിയാം? പാറ്റയുടെ ജീവിതചക്രം ഒന്ന് നിരീക്ഷിക്കൂ, നോക്കൂ. പാറ്റയുടെ എന്താണ്, ഒബ്സർവ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ കോക്രോച്ച്. എന്താണ് ഇവിടെ പറയുന്നത്, എന്താണ്, പാറ്റ കുഞ്ഞുങ്ങൾ പാറ്റയെ പോലെ അവിടെ എന്താണ്, ഈ ഇതെന്താണ്, ഒബ്സർവ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ കോക്രോച്ച്. കോക്രോച്ചിന്റെ ഈ ലൈഫ് സൈക്കിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, എന്താണ്, എഗ്, ഫുൾ ഗ്രോത്ത് എഗ് എന്താണ്, നിംഫ് ആവുന്നുണ്ട്, പിന്നെന്താണ്, ഫുൾ ഗ്രോൺ കോക്രോച്ച് ആവുന്നുണ്ട് അല്ലെ. അപ്പോൾ ഡസ് ദ ഓഫ്സ്പ്രിംഗ് ഓഫ് എ കോക്രോച്ച് ലുക്ക് ലൈക്ക് എ കോക്രോച്ച് ഇറ്റ് സെൽഫ്? അപ്പൊ പാറ്റ കുഞ്ഞുങ്ങൾ പാറ്റയെ പോലെ തന്നെയാണോ? വാട്ട് ആർ ദ ഡിഫറൻസ്? എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ? ദേ ആർ കോൾഡ് നിംഫ്സ്. എന്താണ്, നിംഫ് എന്നാണ് ഇവയെ വിളിക്കുന്നത്. നിംഫ് ഗോസ് ത്രൂ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ബിക്കംസ് എ ഫുള്ളി ഗ്രോൺ കോക്രോച്ച്. ഡ്യൂറിംഗ് ദീസ് സ്റ്റേജസ് നിംഫ് ഷെഡ്സ് ഇറ്റ്സ് ഔട്ടർ ഷെൽ മെനി ടൈംസ്. എന്താ ഇവിടെ പറയുന്നത്, ഈ നിംഫ് എന്നാണ് ഇവയെ വിളിക്കുന്നത് അല്ലെ. നിംഫ് വിവിധ എന്താണ് ഡിഫറെന്റ് സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് എന്ത് ഈ പൂർണ്ണ വളർച്ച എത്തിയ ഒരു ജീവിയായി മാറുന്നത് അല്ലെ. ഇതിനിടെ എന്താണ് പല തവണ അതിന്റെ എന്താണ് ആ ഷെഡ് അല്ലെ, പുറംചട്ട പൊഴിച്ച് കളയുന്നുണ്ട്. ഔട്ടർ ഷെല്ല് എന്താണ് ഷെഡ് ചെയ്യുന്നത് അല്ലെ. നിംഫ് ഷെഡ്സ് ഇറ്റ്സ് ഔട്ടർ ഷെൽ മെനി ടൈംസ്. അതിന്റെ ഔട്ടർ ഷെൽ എന്താ പല പ്രാവശ്യം ഷെഡ് ചെയ്ത് കളയുന്നുണ്ട് അല്ലെ, എന്താണ് പൊഴിച്ച് കളയുന്നുണ്ട്. ദ വേംസ് ഹാച്ച്ഡ് ഫ്രം ദ എഗ്സ് ഓഫ് ദ ഇൻസെക്ട് ഈറ്റ് ലീവ്സ് ആൻഡ് അതർ പ്ലാന്റ് പാർട്സ്. ദസ് മെനി സച്ച് വേംസ് അഡ്വേഴ്സ്ലി അഫക്ട് ഫാമിംഗ്. ഫാമേഴ്സ് അഡോപ്റ്റ് മെനി മെഷേഴ്സ് ടു കീപ് സച്ച് വേംസ് ആൻഡ് പെസ്റ്റ് എവേ. എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ, ഈ പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ എന്താണ് ഈ ഇലകളും മറ്റ് സസ്യഭാഗങ്ങളും ആഹാരമാക്കുന്നുണ്ട് അല്ലെ. അതിനാൽ ഇവ പലതും എന്താണ് കൃഷിയെ ദോഷകരമായി ബാധിക്കാറുണ്ട്. ഇത്തരം പുഴുക്കളെയും കീടങ്ങളെയും അകറ്റാൻ കർഷകർ പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയേ, അമ്മ പറയുന്നത് എന്താണ്, യു ക്യാൻ റെഡ്യൂസ് പെസ്റ്റ് ഇഫ് യു ഗ്രോ മേരിഗോൾഡ് ഇൻ ബിറ്റ്വീൻ ദ ക്രോപ്സ്. എന്താ പറയുന്നത്, ഇടയിൽ ചെണ്ടുമല്ലി വളർത്തിയാൽ എന്താണ് കീടബാധ കുറയ്ക്കാന്നാ പറയുന്നത് അല്ലെ. ഇടയിൽ ചെണ്ടുമല്ലി വളർത്തിയാൽ എന്താണ് അതിന്റെ ചെണ്ടുമല്ലി വളർന്നാൽ എന്താണ് അതിന്റെ പെസ്റ്റ് റെഡ്യൂസ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, കീടങ്ങളെ ഇല്ലാതാക്കാന്നാ പറയുന്നത്. The chemicals produced by the marigold keep certain kinds of pests away. അപ്പൊ എന്താ ഇവിടെ നോക്കിയാൽ ഈ ചെണ്ടുമല്ലി ഉണ്ടാക്കുന്ന മാരിഗോൾഡ് അല്ലെ, മാരിഗോൾഡ് ഉണ്ടാക്കുന്ന ഈ രാസവസ്തുക്കൾ എന്താണ് കെമിക്കൽസ് എന്താണ് പല ഇനം കീടങ്ങളെ അകറ്റും. അതുകൊണ്ടാണ് എന്താണ് അതിൻ്റെ ഇടയിൽ എന്താണ് മാരിഗോൾഡിനെ വളർത്താൻ പറയുന്നത് അല്ലെ. സിമിലർലി അതുപോലെ വാട്ട് ആർ ദ അതർ മെത്തേഡ്സ് യു നോ, അതുപോലെ പല വേറെ എന്തൊക്കെ മെത്തേഡ്സ് ആണ് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്, അതുപോലെ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് എക്സാമ്പിൾ ഫോർ പെസ്റ്റ് ദാറ്റ് ഹാം ദ ക്രോപ്സ്. എന്താണ് ഈ ക്രോപ്സിന് ദോഷം ചെയ്യുന്ന കീടങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തിയതു. യെല്ലോ സ്റ്റെം ബോറർ ലാവ, എന്താണ് തണ്ട് തുരപ്പം പുഴു എന്ന് പറയും അല്ലെ. പിന്നെ എന്താണ് പിന്നെ ഇൻസെക്ട്സുകളൊക്കെ ഉണ്ട് അല്ലെ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് സം സ്പൈസസ് ദാറ്റ് വി യൂസ്. പിന്നെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ചില സുഗന്ധവ്യഞ്ജന സ്പൈസസ് ആണ് എന്താ ചിത്രങ്ങളിലുള്ള അല്ലെ. എന്താ കാർഡമൺ, പെപ്പർ, ക്ലൗ, സിന്നമൺ അല്ലെ. ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് അല്ലെ. വി ഓഫൺ കീപ് സം സ്പൈസസ് അലോങ് വിത്ത് ഗ്രെയിൻസ് വെൻ ദേ ആർ സ്റ്റോർഡ്. വൈ? അപ്പൊ എന്താണ് ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ അല്പം ഈ സ്പൈസസും ഇടാറുണ്ട്. ഇത് എന്തിനായിരിക്കും? ദ കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്ലാന്റ്സ് ടു പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം ദ പെസ്റ്റ് മേക്ക് ദം അരോമാറ്റിക് സ്പൈസസ്. കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കൽസ് ആണ് അവയെ എന്താണ് അരോമാറ്റിക് സ്പൈസസ് ആയിട്ട് മാറ്റുന്നത് അല്ലെ, സുഗന്ധ വ്യഞ്ജനങ്ങളാക്കുന്നത്. എന്താണ് കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന
കെമിക്കൽസുകളാണ് എന്ത് അവയെ അതിൻ്റെ അരോമാറ്റിക് സ്പൈസസ് ആക്കുന്നത്. ഡു വേംസ് കോസ് ഹാം ഓൺലി? ഈ പുഴുക്കൾ ഉപദ്രവകാരികൾ മാത്രമാണോ? ലിസൺ ടു വാട്ട് ദേ ആർ സീയിങ്. അപ്പോൾ പറയുന്നത് നോക്കിയേ, എന്താണ്? There are many creatures that feed on us. They cannot exist without us. എന്താണ്? ഞങ്ങളെ ആഹാരമാക്കുന്ന നിരവധി ജീവികളുണ്ട് അല്ലേ? ഞങ്ങളില്ലെങ്കിൽ അവയ്ക്ക് എന്താണ്? നിലനിൽപ്പില്ല. We keep the surroundings clean by eating dead creatures and food waste. എന്താണ്? ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളെയും തിന്ന് ഞങ്ങൾ പരിസരം വൃത്തിയാക്കുന്നുണ്ട് അല്ലേ? The insect that grow from us pollinate many flowers. എന്താണ്? ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും എന്താണ്? പരാഗണം നടത്തുന്നുണ്ട്. ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇൻസെക്ട് എന്താണ്? പോളിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? പരാഗണം നടത്തുന്നുണ്ട് അല്ലെ? മെനി ഫ്ലവേഴ്സിന്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഫോക്കസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസെക്ട് ഫോർ ദ ബാലൻസ് ഓഫ് ദ എക്കോസിസ്റ്റം. അപ്പൊ എക്കോസിസ്റ്റം ത്തിന്റെ ആ ബാലൻസിന് വേണ്ടി പുഴുക്കളുടെ പ്രാധാന്യം വ്യക്തമാകുന്ന ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്മോൾ ഇൻസെക്ട് ആസ് ഫുഡ്. എന്താണ്? ചെറു പ്രാണികൾ ഭക്ഷണത്തിന്. എന്താണ്? പീപ്പിൾ ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് യൂസ് ഇൻസെക്ട് ലൈക്ക് ഗ്രാസ് ഹോപ്പേഴ്സ്, worms, beetles, scorpions and ants for food. Small insects are a good source of proteins and vitamins. They are also kept for food in some areas because of the availability of low cost protein. എന്താണ് പറയുന്നത് മക്കളെ? ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ എന്താണ്? ഗ്രാസ് ഹോപ്പറിനെ, പുൽച്ചാടി, പിന്നെന്താ വേംസ്, പുഴുവിന്, ബീറ്റിൽസ്, വണ്ട്, സ്കോർപ്പിയോൺസ്, എന്താ തേള്, ആൻഡ്, ഉറുമ്പ് അല്ലെ? ഉറുമ്പ് തുടങ്ങിയ പ്രാണികൾ എന്താണ്? ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? പ്രോട്ടീൻ എന്താണ്? മാംസ്യം, പിന്നെ വൈറ്റമിൻസ് തുടങ്ങിയ പോഷക ഘടകങ്ങളുടെ നല്ല സോഴ്സാണ് എന്ത്? ഈ ചെറിയ ഇൻസെക്റ്റ് എന്ന് പറയുന്നത് അല്ലെ? കുറഞ്ഞ ചെലവിൽ എന്താണ്? കുറഞ്ഞ ചെലവിൽ സ്മോൾ ഇൻസെക്ട് ആർ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് വിറ്റാമിൻസ്. ഈ സ്മോൾ ഇൻസെക്ട് എന്താണ്? പ്രോട്ടീൻ്റെയും വിറ്റാമിൻസിൻ്റെ ഒരു ഗുഡ് സോഴ്സ് ആണ് സ്മോൾ ഇൻസെക്ട്. ദേ ആർ ഓൾസോ കെപ്റ്റ് ഫോർ ഫുഡ് ഇൻ സം ഏരിയാസ് ബിക്കോസ് ഓഫ് ദ അവൈലബിലിറ്റി ഓഫ് ലോ കോസ്റ്റ് പ്രോട്ടീൻ. പിന്നെന്താണ്? ഈ ലോ കോസ്റ്റ് പ്രോട്ടീൻ ലഭിക്കുന്നതിനാൽ എന്താണ്? ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതി എന്ത് ചില പ്രദേശങ്ങളിലുണ്ട് അല്ലെ? ഇനി കളർഫുൾ ഇൻസെക്ട്. എന്താണ് കളർഫുൾ ഇൻസെക്ട്? വർണ്ണച്ചിറകുള്ള പ്രാണികൾ അല്ലെ? ബട്ടർഫ്ലൈസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ദി ഇൻസെക്ട് ഫാമിലി അല്ലെ? എന്താണ്? ഈ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട് ഫാമിലിയിലെ ഒരു വിഭാഗമാണ് എന്ത്? ബട്ടർഫ്ലൈസ് അല്ലെ? ഹൗ മെനി നെയിംസ് ഓഫ് ബട്ടർഫ്ലൈസ് ഫൗണ്ട് ഇൻ അവർ ഏരിയ ആർ നോൺ ടു യു? നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന എത്ര ബട്ടർഫ്ലൈസിന്റെ പേരുകൾ നിങ്ങൾക്കറിയാം? ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് ഐഡന്റിഫൈ ദ ബട്ടർഫ്ലൈസ്. ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് ഇത് ഏതൊക്കെയാണെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഏതൊക്കെയാണ് ഈ ബട്ടർഫ്ലൈസിനൊക്കെ നമ്മൾ കാണുന്നതാണ് അല്ലേ? നോക്കൂ, എന്താ? സ്ട്രൈപ്ഡ് ടൈഗർ ഉണ്ട്, കോമൺ ജെസീബൽ ഉണ്ട്, പിന്നെന്തൊക്കെയാ? നോക്കൂ, ഇതെന്താണ്? ഫോയ്ബിസ് ഫീലിയ ആണ് കേട്ടോ. ഫോയ്ബിസ് ഫീലിയ അല്ലെങ്കിൽ യെല്ലോ ബട്ടർഫ്ലൈ എന്ന് പറയും. ഇതെന്താണ്? കോമൺ ജെസീബൽ, വിലാസിനി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതെന്താണ്? വിലാസിനി അല്ലെ? അവിടെ എത്തുന്നിട്ടില്ലേ? കോമൺ ജെസീബൽ എന്നും പറയും, വിലാസിനി എന്നും പറയും. ഓക്കെ, ഇത് ഫോയ്ബിസ് ഫിലിയ എന്നതാണ് യെല്ലോ ബട്ടർഫ്ലൈ എന്ന് പറയും. ഇതെന്താണ്? ലെപ്പിഡോപിത്ര അല്ലെ? അതും പറയും. ഓക്കെ, ദെൻ ഇതെന്താണ്? പാപ്പിലിയോ അല്ലെ? ഇതാണ് എന്ത്? ഈ സ്ട്രൈപ്ഡ് ടൈഗർ അല്ലെങ്കിൽ വരയൻ കടുവ എന്ന് പറയുന്നത് ഇത് കേട്ടോ. ഇവിടെ തന്നിട്ടുണ്ട് സ്ട്രൈപ്ഡ് ടൈഗർ, വരയൻ കടുവ. ഓക്കെ, ഇതെന്താണ്? ട്രോയിഡ്സ് ഹെലീന കേട്ടോ. കളക്ട് മോർ പിക്ചേഴ്സ് ഓഫ് ബട്ടർഫ്ലൈസ് ആൻഡ് മേക്ക് ആൻ ആൽബം. റൈറ്റ് ഡൗൺ ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ് ഇവിടെ പറയുന്നത്? നിങ്ങൾ എന്താണ് കുറച്ച് കളക്ട് ചെയ്യുക പിക്ചേഴ്സൊക്കെ ഇങ്ങനത്തെ ബട്ടർഫ്ലൈസിന്. എന്നിട്ട് എന്താക്കുക? ആൽബം തയ്യാറാക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഒക്കെ എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ സം ബട്ടർഫ്ലൈസ് ലേ എഗ്സ് ഓൺ പെർട്ടിക്കുലർ പ്ലാന്റ്. ചില ബട്ടർഫ്ലൈസ് എന്താണ്? ഒരു പെർട്ടിക്കുലർ പ്ലാന്റിൽ എന്താക്കുള്ളൂ? മുട്ട ഇടുള്ളൂ അല്ലേ? ദ പാർട്ട് ഓഫ് ദീസ് പ്ലാന്റ് ആർ ദ ഫുഡ് ഓഫ് ദ ബട്ടർഫ്ലൈ ലാർവ. എന്താണ് കാരണം? ആ പ്ലാന്റിൻ്റെ ആ പാർട്ടായിരിക്കും എന്ത്? ആ ബട്ടർഫ്ലൈ ലാർവൻ്റെ ഫുഡ്. അതുകൊണ്ടാണ് എന്ത്? ആ പ്ലാന്റ്, ഒരു പർട്ടിക്കുലർ പ്ലാന്റിൽ അത് മുട്ടയിടുള്ളൂ എന്ന് പറയാൻ കാരണം എന്താ? ആ ബട്ടർഫ്ലൈൻ്റെ ആ ലാർവേൻ്റെ ഫുഡായിരിക്കും അത്. ലുക്ക് അറ്റ് ദ നെയിംസ് ഓഫ് സം ഓഫ് ദ ബട്ടർഫ്ലൈസ് ഫൗണ്ട് ഇൻ അവർ ഏരിയ. നോക്കൂ, കുറച്ച് പേരുകളാണ് അല്ലേ ബട്ടർഫ്ലൈസിന് നമ്മുടെ ഏരിയയിൽ കണ്ടുള്ള കുറച്ച് ബട്ടർഫ്ലൈയുടെ പേരുകളാണ് ഇവിടെ കൊടുക്കുന്നത്. എന്തൊക്കെയാ? നാരകശലഭം, ലൈം ബട്ടർഫ്ലൈ, നാരകശലഭം അല്ലേ? ഓക്കെ, നാരകശലഭം, ലൈം ബട്ടർഫ്ലൈ. പിന്നെന്താ? അരളി ശലഭം, കോമൺ ക്രോ, വെള്ളില തോഴി, ദ കമാൻഡർ, എരുക്കു തപ്പി, എന്താണ്? പ്ലെയിൻ ടൈഗർ. ഇതൊക്കെയാണ് എന്ത്? നമ്മൾ ഏരിയയിൽ കാണുന്ന കുറച്ച് ബട്ടർഫ്ലൈസ് അല്ലേ?
വൈ ആർ ദീസ് ബട്ടർഫ്ലൈസ് നെയിംസ് സോ ഡിസ്കസ് എന്തുകൊണ്ടാണ് ഈ ശലഭങ്ങൾക്ക് ഈ പേരുകൾ വന്നത് എന്തുകൊണ്ടാവും ഡിസ്കസ് ചെയ്യുക. ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ആൻഡ് റൈറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങൾ എന്താക്കുക, കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി നിങ്ങളെ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ ദ സർവൈവൽ ഓഫ് ദ ബട്ടർഫ്ലൈസ് ബോത്ത് നെക്ടർ പ്ലാന്റ് ആൻഡ് ദ ഹോസ്റ്റ് പ്ലാന്റ്സ് ആർ നെസസറി. Butterflies get nectar from the nectar plants. The larvae feed on the host plants. A butterfly garden is a garden of both these kinds of plants. എന്താ അവിടെ പറയുന്നത് നോക്കിയേ. ഈ ബട്ടർഫ്ലൈസിന്റെ നിലനിൽപ്പിന് എന്താണ്, തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും നെക്ടാർ പ്ലാന്റ്സ്, അതുപോലെ ലാർവയ്ക്ക് ഭക്ഷണത്തിലുള്ള പ്ലാന്റ്സുകളും ഹോസ്റ്റ് പ്ലാന്റ്സ് വേണ്ടേ. അതായത് ബട്ടർഫ്ലൈസിന്റെ നിലനിൽപ്പിന് എന്താണ്, തേൻ കുടിക്കാനുള്ള പ്ലാന്റ്സ് വേണം. അതുപോലെ എന്താണ്, ലാർവയ്ക്ക് ഭക്ഷണത്തിലുള്ള പ്ലാന്റ്സും വേണം. അതാണ് എന്ത്, നെക്ടർ പ്ലാന്റ്സും ഹോസ്റ്റ് പ്ലാന്റ് അല്ലെ. അതായത് തേൻ കുടിക്കാനുള്ള സസ്യത്തിനാണ് എന്ത് പറയുക, പ്ലാന്റ്സിനാണ് എന്ത് പറയുന്നത് നെക്ടർ പ്ലാന്റ് എന്നും, ലാർവക്ക് ഭക്ഷണത്തിലുള്ള സസ്യങ്ങളെ എന്താണ് ഈ പ്ലാന്റ്സിനെ എന്താണ് ഹോസ്റ്റ് പ്ലാന്റ്സ് എന്നും പറയും. അത് വേണം. ഈ രണ്ട് തരം സസ്യങ്ങളുള്ള, ഈ രണ്ട് തരം പ്ലാന്റ്സുകളുള്ള ഒരു ഗാർഡൻ ആണ് എന്ത് ബട്ടർഫ്ലൈ ഗാർഡൻ അല്ലെ. നിങ്ങളുടെ വിദ്യാലയത്തിലും ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രോ എ ബട്ടർഫ്ലൈ ഗാർഡൻ ഇൻ യുവർ സ്കൂളിൽ എന്താണ് ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടാക്കുക. ഇനി മോത്ത് എന്താണ് മോത്ത്, നിശാശലഭങ്ങൾ എന്ന് പറയുക. ചിത്രം കണ്ടില്ല. ഡ്യൂറിങ് വിച്ച് ടൈം ഡു വി സി ബട്ടർഫ്ലൈസ്. അപ്പം ഈ ബട്ടർഫ്ലൈസിനെ എപ്പോഴൊക്കെയാണ് നമ്മൾ കാണുന്നത്? ഡു വി സീ ദം അറ്റ് നൈറ്റ്. രാത്രി കാലങ്ങളിൽ കാണാറുണ്ടോ? വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്. എന്താണ് അവയുടെ സവിശേഷതകൾ? ദേ ആർ മോത്ത് ബട്ടർഫ്ലൈ അല്ലെ. എന്താണ് രാത്രിയിൽ കാണപ്പെടുന്ന ബട്ടർഫ്ലൈസ് ആണ് എന്ത്, മോത്ത് അല്ലെ. അൺലൈക്ക് ബട്ടർഫ്ലൈസ് മോസ്റ്റ് ഓഫ് ദം ആർ നോട്ട് കളർഫുൾ. സം മോത്ത്സ് ഹാവ് ഫെദർ ലൈക്ക് antennae. Silk is produced from the cocoon made by the larva of a kind of moth. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്, രാത്രിയിൽ കാണപ്പെടുന്ന ബട്ടർഫ്ലൈസ് ആണ് എന്ത്, മോത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഈ ബട്ടർഫ്ലൈസിനെ പോലെ ഇവയ്ക്ക് മിക്കതിന് എന്താണ് ഈ കളർഫുൾ ആയിരിക്കില്ല. ചില മോത്തുകൾ എന്താണ് തൂവൽ പോലുള്ള ഒരു സ്പർശിനികളാണുള്ളത്. ഒരു തരം മോത്തിന്റെ ലാർവ ഉണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് എന്ത് ഈ പട്ടുനൂല് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു തരം മോത്തിന്റെ ലാർവ ഉണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് എന്ത് ഈ സിൽക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. സിൽക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ കൊക്കൂൺ മെയ്ഡ് ബൈ ദ ലാർവ ഓഫ് എ കൈൻഡ് ഓഫ് മോത്ത്. ഒരു ടൈപ്പ് മോത്തിന്റെ ലാർവയിൽ നിന്ന് ഉണ്ടാക്കുന്ന എന്താണ് കൊക്കൂണിൽ നിന്നാണ് എന്ത് ഈ പട്ടുനൂൽ ഉണ്ടാക്കുന്നത്. ഓക്കെ. ഇനി ബ്ലൂ ടൈഗർ മോത്ത് എന്താണ്, വെങ്കണ നീലി അല്ലെ. എന്താണ് വെങ്കണ നീലി. ഓക്കെ. Blue tiger moth is a kind of blue-colored moth found during daytime. They are mistaken for butterflies because of their blue color. They are called Vengana Neeli because they lay eggs on the Carelia tree. Vengana tree. They satisfy all the features of moth except that they are seen during daytime and have blue color. So they are included in the moth family. പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ഒരു ബട്ടർഫ്ലൈ ആണെന്ത് ഈ വെങ്കണ നീലി, ബ്ലൂ ടൈഗർ മോത്ത് എന്ന് പറയുന്നത്. പലപ്പോഴും ഇവയെ എന്താണ് ബട്ടർഫ്ലൈ ആയി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പകൽ കാണുന്നതും നീല നിറവും ഒഴിച്ചാൽ എന്താണ് ഇവയുടെ മറ്റ് സവിശേഷതകൾ എന്താണ് ഈ മോത്തിൻ്റെതാണ്. അതുകൊണ്ട് ഇവയെ എന്താണ് മോത്തിന്റെ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെങ്കണ മരത്തിന്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് എന്ത് ഈ പേര് വന്നത് കേട്ടോ. വെങ്കണ മരം എന്ന് പറഞ്ഞൊരു മരം ഉണ്ട് അല്ല. അപ്പൊ എന്താണ് ആ മരത്തിന്റെ വെങ്കണ ട്രീ, കരാലിയ ട്രീ അല്ലെ, ആ മരത്തിന്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് എന്ത് ഇതിന് ഈ വെങ്കണ നീലി എന്നുള്ള പേര് വന്നത്. ഇനി നോക്കൂ, എന്താണ് ചെറിയ ജീവികളുടെ ലോകമാണ് അല്ലെ. ദ വേൾഡ് ഓഫ് സ്മോൾ ക്രീച്ചേഴ്സ്. ദ വേൾഡ് ഓഫ് സ്മോൾ ക്രീച്ചേഴ്സ്, ചെറു ജീവികളുടെ ലോകം. ഹൗ മെനി ഓഫ് ദ സ്മോൾ ക്രീച്ചേഴ്സ് ആർ ഫെമിലിയർ ടു യു. നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതെല്ലാം ചെറുജീവികളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ക്രീച്ചേഴ്സ് ഗിവൺ ഇൻ ദ പിക്ചർ ഇൻ യുവർ സയൻസ് ഡയറി. എന്താണ് താഴെ കൊടുത്ത ചിത്രത്തിലെ ജീവികളുടെ പേരുകൾ എന്തൊക്കെയാന്ന് നോക്കുക. എന്തൊക്കെയാണിത്? ആൻസ്, സ്കോർപിയോൺ, പിന്നെന്താണ് ബി, പിന്നെ കൊക്രോച്ച്, പിന്നെന്തൊക്കെയാണ് വരുന്നത്? ഇതെന്താണ് വെസ്പ ട്രോപ്പിക്ക കേട്ടോ. ഇതെന്താണ് വെസ്പ ട്രോപ്പിക്ക. ഇത് ഡ്രാഗൺ ഫ്ലൈ. ഓക്കെ. എന്താണ് ഡ്രാഗൺ ഫ്ലൈ ആണ്, തുമ്പി എന്ന് പറയില്ലേ, ഡ്രാഗൺ ഫ്ലൈ. ഇത് സ്കോർപിയോൺ, SCORPION, സ്കോർപിയോൺ കേട്ടോ. ഇത് സ്കോർപിയോൺ. ഇതെന്താണ് പെഡിക്കുലസ് ഹ്യൂമാനസ്, PEDICULUS, പെഡിക്കുലസ് ഹ്യൂമാനസ്, HUMANUS. ഓക്കെ, ഹ്യൂമാനസ്.
ഇത് എന്താണ്? സ്കോളോപെൻഡ്ര. SCOLOPENDRA സ്കോളോപെൻഡ്ര കേട്ടോ. ഇത് അറിയാമല്ലോ, സ്പൈഡർ. ഓക്കെ. ദെൻ ants are small creatures mostly found everywhere in our surroundings. ആൻസ്, ഉറുമ്പ് അല്ലെ. ഉറുമ്പ് എന്താണ്? ചെറിയ ക്രീച്ചറാണ് അല്ലേ. അതെന്താണ്? നമ്മളെ ചുറ്റുവട്ടത്തിൽ മൊത്തം ഒരുവിധം എല്ലായിടത്തും കാണുന്ന സംഭവമാണ് എന്ത്? ഉറുമ്പ് അല്ലെ. ആർ ഓൾ ആൻസ് ഓഫ് ദി സെയിം കൈൻഡ്? എല്ലാ ഉറുമ്പുകളും ഒരുപോലെയാണോ? ഹൗ മെനി ടൈപ്സ് ഓഫ് ആൻസ് ഡു യു നോ? എത്ര ടൈപ്സ് ഉറുമ്പിനെ നിങ്ങൾക്കറിയാം? റൈറ്റ് ഔട്ട് ദെയർ നെയിംസ്. യെല്ലോ ക്രേസി ആൻഡ് അല്ലെ, ചോണൻ ഉറുമ്പ്, അതറിയാം. പിന്നെ എന്താണ്? ബ്ലാക്ക് ആൻഡ്. പിന്നെന്താണ്? യെല്ലോ. എന്താണ്? പിന്നെ ഏതൊക്കെ ആൻസിന് അറിയാം നമുക്ക്? സോ മെനി ടൈപ്സ് ഓഫ് ആൻസ് ആർ ഹിയർ അല്ലേ. എന്തൊക്കെയാ വരുന്നുണ്ട്? കാർപ്പൻറ്റർ ആൻസ് വരുന്നുണ്ട്, ഫയർ ആൻസ്, ടെപ്പിനോമ സിസൈൽ, ഫറോ ആൻഡ്, അർജന്റീന ആൻഡ്, യെല്ലോ ക്രേസി ആൻഡ്, അതിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, യെല്ലോ ക്രേസി ആൻഡ്, ചോണൻ ഉറുമ്പ് അല്ലേ. ദെൻ എന്താണ്? ലിറ്റിൽ ബ്ലാക്ക് ആൻഡ്, പിന്നെ ട്രെട്രാമോറിയം ഇമിഗ്രൻസ്, പിന്നെ ക്ലോപ്പോഡ, ചിലോപ്പോഡ, പിന്നെ ടെപ്പിനോമ മെലൻസിലോഫാലം, റെഡ് ഹാർവെസ്റ്റർ ആൻഡ്, ലീഫ് കട്ടർ ആൻഡ്, റെഡ് ഇമ്പോർട്ടഡ് ഫയർ ആൻഡ്, സൊളോനോപ്സിസ് മൊളോസ്റ്റ, അക്രോബാറ്റ് ആൻസ് അല്ലേ. ഇങ്ങനെ ഒരുപാട് ആൻസുകൾ നമ്മളെ ചുറ്റുവട്ടത്തുണ്ട് അല്ലേ. അത് നിങ്ങൾക്കറിയുന്നത് എഴുതുക. ഓക്കെ. ഡിവിഷൻ ഓഫ് ലേബർ. ഇനി എന്താണ്? ഈ ലേബർ ഡിവിഷൻ ഓഫ് ലേബർ ആണ്. പല ധർമ്മങ്ങളാണ് അല്ലെ. ആൻസ് ആർ സ്മോൾ ക്രീച്ചേഴ്സ് ലിവിങ് ആസ് എ കമ്മ്യൂണിറ്റി. എന്താ? കമ്മ്യൂണിറ്റി ആയി കഴിയുന്ന, സമൂഹമായി കഴിയുന്ന ജീവികളാണെന്ത്? ഈ ആൻസ്. ANTS ആൻസ്, ഉറുമ്പുകൾ അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൻസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ എ കോളനി ഓഫ് ആൻസ്. എന്താണ്? പെർഫോമിംഗ് ദ ടാസ്ക് ഓഫ് ലേയിങ് എഗ്സ്, കളക്ടിങ് ഫുഡ് ആൻഡ് പ്രൊട്ടക്ടിങ് ഫ്രം ആനിമൽസ്. ഇവിടെ പറയുന്നത് എന്താണ്? ഈ കമ്മ്യൂണിറ്റി ആയി കഴിയുന്ന ജീവികളാണിത് ആൻസുകൾ. മുട്ടയിടുക, ഭക്ഷണം ശേഖരിക്കുക, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നീ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത വിഭാഗം ഉറുമ്പുകൾ എന്താണ്? ഒരു കൂട്ടത്ത് കാണാം. ഒരു കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും ഈ മുട്ടയിടുന്ന ഉറുമ്പുകൾ ഉണ്ടാവും, അതുപോലെ ഭക്ഷണം ശേഖരിക്കാനായിട്ടുള്ള ഉറുമ്പുകൾ ഉണ്ടാവും, പിന്നെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകാനുള്ള ജോലിയുള്ള ഉറുമ്പുകൾ ഉണ്ടാവും അല്ലെ. അങ്ങനത്തെ ഉറുമ്പുകളൊക്കെ എന്താണ്? ഒരു കമ്മ്യൂണിറ്റി തന്നെ കാണാൻ കഴിയും. ഇനി വിങ്ഡ് ആൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ചിറകുള്ള ഉറുമ്പുകൾ. അത് എപ്പോഴും കാണുന്ന എപ്പോഴൊക്കെയാണ്? ഈ മഴ പെയ്ത ടൈമിലൊക്കെ കാണാൻ പറ്റില്ലേ, ചിറകുള്ള ഉറുമ്പുകൾ. നോക്കാം. നൗ വി ക്യാൻ ഓൾസോ ഫ്ലൈ. ഇപ്പൊ ഞങ്ങൾക്ക് എന്താ? പറക്കാൻ കഴിയില്ല. ഇനി ഞങ്ങൾക്ക് പറക്കാം എന്നാണ് അല്ലേ. ഹാവ് യു സീൻ വിങ്ഡ് ആൻസ്? വെൻ ഡു ദ വിങ്സ് ഗ്രോ? അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ചിറകുള്ള ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടോ? എപ്പോഴാണ് ഉറുമ്പുകൾക്ക് ചിറക് മുളയ്ക്കുന്നത്? മെയിൽ ആൻഡ് ഫീമെയിൽ ആൻസ് ദാറ്റ് പെർഫോം ദ റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ് കം ഔട്ട് ഓഫ് ദെയർ colonies with wings. They mate with male and female ants from another colony and form new colonies. എന്താണ് ഇവിടെ പറയുന്നത്? ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ആൻസ് ദാറ്റ് പെർഫോം റിപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ് കം ഔട്ട് ഓഫ് ദെയർ കോളനീസ് വിത്ത് വിങ്സ്. ഈ റിപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ് നിർവഹിക്കുന്ന മെയിലും ഫീമെയിൽ ഉറുമ്പുകൾ കൂട്ടിൽ നിന്നും ചിറക് മുളച്ച് പുറത്തു വരുന്നു. ഇവ മറ്റൊരു കൂട്ടിലെ മെയിൽ ഫീമെയിൽ ഉറുമ്പുകളുമായി ഇണചേരുകയും പുതിയ കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്താണ് അവിടെ പറയുന്നത്? റിപ്രൊഡക്റ്റീവ് ഫങ്ഷൻസ് നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്ന് ചിറക് മുളച്ച് പുറത്തു വരുന്നു. ഇവ മറ്റൊരു കൂട്ടിലെ ആൺപെൺ ഉറുമ്പുകളുമായി ഇണചേരുകയും എന്നിട്ട് പുതിയ കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഓക്കെ. ലെറ്റ്സ് ഒബ്സർവ് ദ ആൻസ്. നമുക്ക് നോക്കാം, നമുക്ക് ഉറുമ്പിനെ നമുക്ക് നിരീക്ഷിച്ച് നോക്കാം അല്ലെ. ഷാൾ വി ഒബ്സർവ് ആൻസ് ഇൻ അവർ സറൗണ്ടിങ്സ്? വാട്ട് ക്യാൻ ബി ഒബ്സർവ്ഡ്? നമുക്ക് ചുറ്റുപാടുമുള്ള ഉറുമ്പുകളെ നിരീക്ഷിച്ചാലോ? എന്തെല്ലാം നിരീക്ഷിക്കാൻ പറ്റും? കളർ, സൈസ് അല്ലെ, നിറം, വലുപ്പം, ഹാബിറ്റാറ്റ് എന്താണ്? വാസസ്ഥലം, ഫുഡ് ആഹാരം, വേ ഓഫ് കളക്ടിങ് ഫുഡ് എന്താണ്? ആഹാര സമ്പാദന രീതി, മൂവ്മെന്റ് എന്താണ്? സഞ്ചാരം അല്ലെ. ഇതൊക്കെയാണ് അല്ലെ ഫുഡുകൾ എന്താണ് ഉറുമ്പുകളെ എന്താണ് നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിപ്പയർ എ ബുക്ക്ലെറ്റ് വിത്ത് യുവർ ഫൈൻഡിങ്സ്. നിങ്ങൾ എന്താക്കുക? നിരീക്ഷിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തിയൊരു ബുക്ക്ലെറ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ മെനി അതർ സ്മോൾ ക്രീച്ചേഴ്സ് ഡു യു നോ ദാറ്റ് ലീവ്സ് ആസ് എ കമ്മ്യൂണിറ്റി? അങ്ങനെയാണെങ്കിൽ സമൂഹമായി ജീവിക്കുന്ന മറ്റേതെല്ലാം ചെറുജീവികളെ നിങ്ങൾക്കറിയാം? യെസ്, ടെർമൈറ്റ്സ് ഒന്നുണ്ട് അല്ലെ, ചിതൽ അല്ലെ. പിന്നെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്നത് എഴുതുക. ദ ബോഡി ഓഫ് ഇൻസെക്ട്സ്. ഇനി നോക്കൂ, പ്രാണികളുടെ ശരീരം അല്ലെ. ഒബ്സർവ് ദ ബോഡി പാർട്സ് സച്ച് ആസ് ആന്റിന, ലഗ്സ്, വിങ്സ് ആൻഡ് ഐസ് ഓഫ് ദ ഇൻസെക്ട്. ഈ പ്രാണിയുടെ ശരീരഭാഗങ്ങളായ എന്താണ്? ഈ സ്പർശനികൾ, കാലുകൾ, ചിറകുകൾ, കണ്ണുകൾ എന്നിവ നിരീക്ഷിക്കൂ. എന്തെല്ലാം സവിശേഷതയാണ് ഈ ശരീരഭാഗങ്ങൾക്കുള്ളത്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ബോഡി പാർട്സ്? ഈ ബോഡി പാർട്സിന് മറ്റു പ്രാണികൾക്കും എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്? ഡു അതർ ഇൻസെക്ട് ഓൾസോ ഹാവ് ദീസ് ക്യാരക്ടറിസ്റ്റിക്സ്? ഈ മറ്റ് പ്രാണികൾക്കും ഈ സവിശേഷത ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
പ്രസന്റ് യുവർ ഫൈൻഡിങ്സ് ആസ് എ സെമിനാർ. സെമിനാറിൽ അവതരിപ്പിക്കാനാണ്. ദെൻ നെക്സ്റ്റ് നോക്കൂ ഫിഷസ് ആണ് കേട്ടോ. അത് എന്താണ് ഫിഷ്, മീനുകൾ അല്ലേ. യു ഹാവ് ലേൺ ദ അഡാപ്റ്റേഷൻ ഓഫ് ഫിഷ് ഫോർ അക്വാട്ടിക് ലൈഫ് ഹാവൻറ്റ് യു? വാട്ട് ആർ ദേ? ജലജീവിതത്തിനായി മത്സ്യങ്ങൾക്കുള്ള അനുകൂലനങ്ങൾ നിങ്ങൾ പഠിച്ചതാണല്ലോ അല്ലെ. ജലജീവിതത്തിനായി മത്സ്യങ്ങൾക്കുള്ള ആ അഡാപ്റ്റേഷൻസ്, അനുകൂലനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തെല്ലാമാണത്? ഓഫ്സ്പ്രിങ്സ് ഓഫ് ഫിഷ് ആർ ഹാച്ച്ഡ് ഫ്രം എഗ്സ്. മുട്ട വിരിഞ്ഞാണിത് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. ഇൻ വിച്ച് മന്ത് ഡു ഫിഷ് ലേ എഗ്സ് ഇൻ അവർ ഏരിയ? നമ്മുടെ നാട്ടിൽ മത്സ്യങ്ങൾ മുട്ടയിടുന്നത് ഏതൊക്കെ മാസങ്ങളിലാണ്? വൈ ഈസ് ദർ എ ബാൻ ഓൺ ട്രോളിംഗ് ഓൺ ദ കേരളം കോസ്റ്റ് ഇൻ ജൂൺ ആൻഡ് ജൂലൈ? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് പ്രസന്റ് ദ കൺക്ലൂഷൻസ് ഇൻ ദ ക്ലാസ്. അപ്പൊ എന്താണ് ജൂൺ ജൂലൈ അല്ലേ. എന്തുകൊണ്ടാണ് ജൂൺ ജൂലൈയിൽ കേരളത്തിൽ ട്രോളിങ് പറഞ്ഞാൽ മത്സ്യബന്ധനം പാടില്ല അല്ലെ. മീൻ പിടിക്കാൻ പാടില്ല എന്നുള്ള നിരോധനം ഏർപ്പെടുത്തുന്നത് എന്തിനാണ്? മീൻ പിടിക്കാൻ പാടില്ല എന്നുള്ളത് ഏർപ്പെടുത്തുന്നത് എന്തിനാണ്? കൂട്ടുകാരെ ചർച്ച ചെയ്യുക. ആ ടൈമിലാണ് എന്ത് മീനുകളൊക്കെ മുട്ടയിടുന്ന ടൈം അല്ലേ. ഫ്ലഡ് പ്ലെയിൻ ബ്രീഡിംഗ് റൺ. ഓക്കെ, എന്താണ് പറയുന്നത്? ഊത്തക്കയറ്റം. The migration of the fishes in large numbers to water bodies such as streams, fields, small lakes and backwaters for breeding during the monsoon in the month of June is known as the floodplain breeding run. Catching fish during this period will reduce the stock of fishes. Fishing during this period is illegal. എന്താണ് പറയുന്നത്? ഊത്തക്കയറ്റം എന്ന് പറയും അല്ലേ. നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ ഊത്തക്കയറ്റം എന്നുള്ള സംഭവം? ഫ്ലഡ് പ്ലെയിൻ ബ്രീഡിംഗ് റൺ ആണ് അല്ലേ. എന്താണ് ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ കാലവർഷം എത്തുന്നതോടെ ഈ മത്സ്യങ്ങൾ എന്തായി ഈ കൂട്ടമായിട്ട് എന്താക്കും? വാട്ടർ ബോഡീസ് സ്ട്രീം, ഫീൽഡ്, സ്മോൾ ലേക്സ് ആൻഡ് ബ്ലാക്ക് വാട്ടേഴ്സ് അവിടെ നിന്നൊക്കെ ബ്രീഡിങ്ങിനായിട്ട് മൈഗ്രേഷൻ നടത്തും അല്ലേ. ഡ്യൂറിങ് ദ മൺസൂൺ ഇൻ ദ മന്ത് ഓഫ് ജൂൺ. അതിനെയാണ് ഫ്ലഡ് പ്ലെയിൻ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ ഈ ബ്രീഡിങ് നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി ഈ കൈത്തോടുകൾ, വയലുകൾ, ചെറു തടാകങ്ങൾ, കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണിത് ഈ ഊത്തക്കയറ്റം എന്നറിയപ്പെടുന്നത്. ഈ മൈഗ്രേഷൻ ഓഫ് ഫിഷസ് ഇൻ ലാർജ് നമ്പേഴ്സ് ടു വാട്ടർ ബോഡീസ് സച്ച് ആസ് streams, fields, small lakes and backwaters for breeding during the monsoon in the month of June is known as floodplain breeding run. ഒന്നുകൂടി പറഞ്ഞുതരാം. ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ ഈ ബ്രീഡിംഗ് നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായിട്ട് സ്ട്രീംസ്, ഫീൽഡ്, സ്മോൾ ലേക്സ്, ബാക്ക് വാട്ടേഴ്സിലേക്കൊക്കെ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഈ ഫ്ലഡ് പ്ലെയിൻ ബ്രീഡിംഗ് റൺ, ഊത്തക്കയറ്റം എന്ന് പറയുന്നത്. മുട്ടയിടുന്നതിനായി മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാൻ ഇടയാക്കും. ഈ സമയത്തെ മീൻപിടുത്തം ഇല്ലീഗലാണ് അല്ലെ, നിയമവിരുദ്ധമാണ്. ആ സമയത്ത് മീൻ പിടിക്കാൻ പാടില്ല അല്ലെ. മീനിന് കുറയും, സ്റ്റോക്ക് ഓഫ് ഫിഷസ് കുറയും. സം ഫിഷസ് ഹാച്ച് ദെയർ എഗ്സ് ഇൻസൈഡ് ദെയർ ബോഡി. ചില മീനുകൾ ചില മീനുകൾ അവയുടെ ശരീരത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെ മുട്ടയിടുന്നുണ്ട്. ശരീരത്തിനുള്ളിൽ തന്നെയാണ് മുട്ടയിടുന്നത് അല്ലെ. ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് എക്സാമ്പിൾസ് ഫോർ സച്ച് ഫിഷസ്. ഇത്തരം മത്സ്യങ്ങൾക്ക് ഉദാഹരണമായി കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചില മത്സ്യങ്ങൾ അവയുടെ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ മുട്ട വിരിയിക്കുക ചെയ്യുന്നത് അല്ലെ, അതിൻ്റെ ഉള്ളിൽ തന്നെ. അതിന്റെ എക്സാമ്പിൾ ഷാർക്ക് അല്ലെ. പിന്നെ നമ്മൾ ഗപ്പികളിലെ ഗപ്പിയൊക്കെ ശരീരത്തിനുള്ളിൽ തന്നെ വെച്ച് വിരിയിക്കുക ചെയ്യുന്നത് അല്ലെ. പിന്നെ നിങ്ങൾക്ക് അറിയുന്നു എഴുതുക. ദ ഫിഷസ് ഇൻ ദ ഗപ്പീനെ അറിയില്ല, സാധാരണ നമ്മളൊക്കെ വീട്ടിലൊക്കെ വളർത്തുന്ന ഗപ്പി അല്ലേ, അതൊക്കെ ശരീരത്തിനുള്ളിൽ നിന്ന് വിരിയിക്കുക ചെയ്യുന്നത് കേട്ടോ. ദ ഫിഷസ് ഇൻ ദ പിക്ചർ ആർ ഫെമിലിയർ ടു യു ആർ ഇൻ ദ കമ്പയർ ദെയർ ഹാബിറ്റാറ്റ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. ഈ ചിത്രത്തിലെ മത്സ്യങ്ങൾക്ക് നിങ്ങൾക്ക് പരിചിതമാണല്ലോ. ഇവയുടെ ഹാബിറ്റാറ്റ്സ്, ആവാസം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ്? മുഷി അല്ലെ. ഇത് സാർഡൈൻ, മത്തി അല്ലെ. ഇനി ആംഫീബിയൻ നോക്കാം. ആംഫീബിയൻ? ലുക്ക്, ദർ ആർ മെനി ഫിഷ് ഇൻ അവർ വാട്ടർ ലില്ലി പോണ്ട്. അപ്പോൾ നോക്ക്, നമ്മളെ വാട്ടർ ലില്ലി പോണ്ടിൽ ഒരുപാട് ഫിഷസ് ഉണ്ട് എന്ന് പറയാണ് അല്ലെ. അമ്പലക്കുളത്തിൽ നിറയെ മീൻ അല്ലേ. അപ്പോൾ ദേ ആർ നോട്ട് ഫിഷ്, ദേ ആർ ടാഡ്പോൾസ്. ഫിഷ് അല്ല, ടാഡ്പോൾസ് ആന്ന് പറയാ അല്ലെ. വാൽവാക്രികളാന്നാ പറയുന്നത് അല്ലെ. ഒബ്സർവ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ ഫ്രോഗ്. ഇനി നോക്കൂ, ഈ ലൈഫ് സൈക്കിൾ ഓഫ് എ ഫ്രോഗിന്റെ നോക്കിയേ. ആദ്യം മുട്ട വിരിഞ്ഞിട്ട് വാൽമാക്രി ആവുന്നുണ്ട്, ടാഡ്പോൾ ആവുന്നുണ്ട് അല്ലെ. പിന്നെ വേറെ ഷേപ്പൊക്കെ ആയിട്ട് ആണ് ലാസ്റ്റ് എന്താവുന്നത്? ഫ്രോഗ് ആയി മാറുന്നത് അല്ലെ. യു ക്യാൻ സീ മെനി ചേഞ്ച് ദാറ്റ് ദ ടാഡ്പോൾ അണ്ടർഗോസ് ടു അറ്റൈൻ
ഫുൾ ഗ്രോത്ത് ആൻഡ് ബിക്കം എ ഫ്രോഗ്. എന്തെല്ലാം മാറ്റങ്ങൾ വന്നാലാണ് വാൽമാക്രി ഈ ടാഡ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ ഫ്രോഗായി മാറുന്നത് കണ്ടല്ലോ. വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ദാറ്റ് ദ ടാഡ്പോൾസ് ഹാവ് ഫോർ ലിവിങ് ഇൻ വാട്ടർ. അപ്പം ജലത്തിൽ ജീവിക്കുന്നതിന് എന്തെല്ലാം അഡാപ്റ്റേഷൻസ് ആണ് ഈ ടാഡ്പോൾസിനുള്ളത്? ഹൗ ഡു ദേ ബ്രീത്ത്? ഇവ ശ്വസിക്കുന്നത് എങ്ങനെയാണ്? ഡിസ്കസ് ആൻഡ് റെക്കോർഡ് യുവർ ഫൈൻഡിങ്സ് ഇൻ സയൻസ് ദ ലിസൺ ടു വാട്ട് ദ ഫ്രോഗ് സേസ്. നീ തവള പറയുന്നത് ശ്രദ്ധിക്കാം. എന്താണ് തവള പറയുന്നത്? ദ ഫസ്റ്റ് ഫേസ് ഓഫ് അവർ ലൈഫ് സൈക്കിൾ ഈസ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ. ജീവിതചക്രത്തിന്റെ ആദ്യഘട്ടം പൂർണ്ണമായി എന്താണ്? വാട്ടറിലാണ് അല്ലെ. വെൻ വി ആർ ഫുള്ളി ഗ്രോൺ വി ലീവ് ഇൻ ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ. പിന്നെന്താണ്? എനിക്ക് പൂർണ്ണ വളർച്ച എത്തിയാൽ എന്താണ്? ഞങ്ങൾ വെള്ളത്തിലും ലാൻഡിലും ജീവിക്കുന്നു. വി ഹാവ് സ്പൈൻസ്. ഞങ്ങൾ എന്താണ്? നട്ടലുണ്ട് അല്ലെ, സ്പൈനുകൾ ഉണ്ട് അല്ലെ. വി ആർ കോൾഡ് ആംഫീബിയൻ. ഞങ്ങൾ എന്താണ്? ആംഫീബിയൻ എന്നാണ് വിളിക്കുന്നത്. അറ്റംപ്റ്റ് ടു ഡിഫൈൻ ആംഫീബിയൻ. അപ്പം ഇതിനുള്ള ഒരു നിർവചനം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതിക്കൂടെ? ദെൻ ഇനി എന്താണ് ഇവിടെ പറയുന്നത് നോക്കൂ. സിസിലിയനുകൾ അല്ലെ. എന്താ സിസിലിയൻസ്? സിസിലിയൻസ് ആർ അനദർ ടൈപ്പ് ഓഫ് ആംഫീബിയൻസ് ഫൗണ്ട് ഇൻ കേരള. കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ആംഫീബിയൻ ആണ് ഇത് സിസിലിയനുകൾ. ദേ ആർ ഓൾസോ നോൺ ആസ് ബ്ലൈൻഡ് സ്നേക്ക്, കുരുടി. ഇതിനെ എന്താണ് ഇവ പ്രാദേശികമായി ഇവ എന്താ വിളിക്കുന്നത്? ബ്ലൈൻഡ് സ്നേക്ക് എന്നും കുരുടി എന്നൊക്കെ വിളിക്കും അല്ലെ. ദെയർ ഐസ് ആർ കവേർഡ് വിത്ത് ട്രാൻസ്പാരന്റ് സ്കിൻ. ദേ ആർ ഓഫൺ മിസ്റ്റേക്കൺ ഫോർ സ്നേക്സ്. എന്താണ്? കണ്ണുകൾ എന്താണ്? ഇവ കുരുടികൾ എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലെ. കണ്ണുകൾ എന്താണ്? അതിന്റെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള സ്കിന്ന് കൊണ്ട് മൂടിയിരിക്കും. പലപ്പോഴും ഇവയെ എന്താണ്? സ്നേക്ക് ആയിട്ട്, പാമ്പുകളായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇനി റെപ്റ്റൈൽസ്. എന്താണ് റെപ്റ്റൈൽസ് അല്ലെ? ഇഴയുന്ന ജീവികളെ റെപ്റ്റൈൽസ് എന്താന്ന് നോക്കാം അല്ലെ. ഉരകങ്ങൾ എന്ന് പറയും. നോക്കാം. വി ഓൾ ലേ എഗ്സ് ആൻഡ് ഹാച്ച് അവർ ഓഫ് സ്പ്രിങ്. എന്താണ്? ഞങ്ങളെല്ലാം മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നവരാണ് അല്ലെ. ആണല്ലോ. ഇതൊക്കെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് അല്ലെ. Look at the picture of some of the creatures found in our area. Try to identify them. എന്താണ്? നമ്മുടെ നാട്ടിൽ കാണുന്ന ചില ജീവികളുടെ ചിത്രങ്ങൾ നോക്കൂ. അവ ഏതെല്ലാമാണെന്ന് എഴുതുക. വാട്ട് ആർ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദീസ് ക്രീച്ചേഴ്സ്. ഈ ജീവികളുടെ പൊതു സവിശേഷതകൾ എന്തെല്ലാമാണ്? പ്രൊഡ്യൂസ് ഓഫ് സ്ട്രിങ് ഫ്രം എഗ്സ്. മുട്ടയിട്ട് എന്താണ്? അത് മുട്ടയിട്ട് സന്തോൽപാദനം നടത്തുന്നുണ്ട് അല്ലെ. മുട്ടയിട്ട് സന്തോലോൽപാദനം നടത്തുന്നുണ്ട്. ഇനി സ്നേക്സ് നോക്കൂ. ഓ നോ ഡോണ്ട് ഹേർട്ട് us. ഇനി പാമ്പ് അല്ലെ. അയ്യോ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്ന് പറയാണ് അല്ലെ. പാമ്പിനെ കണ്ടാൽ എന്താണ്? എല്ലാവരും പേടിയാണ് അല്ലെ. അപ്പോൾ പാമ്പിനെ അടിച്ചു കൊല്ലു അല്ലെ. അപ്പോൾ എന്താ പാമ്പ് പറയുന്നത്? നോ ഹേർട്ട് ചെയ്യല്ലേ എന്ന് പറയാണ് അല്ലെ. സ്നേക്സ് ബിലോങ്സ് ടു റെപ്റ്റൈൽ ഫാമിലി. ഈ റെപ്റ്റൈൽസ് വർഗത്തിൽപ്പെട്ട ജീവികളാണ് ഇത് പാമ്പ് അല്ലെ. ഡു യു നോ ദ നെയിംസ് ഓഫ് സ്നേക്സ് ഫൗണ്ട് ഇൻ യുവർ ഏരിയ. നമ്മുടെ നാട്ടിൽ കാണുന്ന ഏതെല്ലാം പാമ്പുകളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? അതിന്റെ പേര് ഇതാ. ഒന്ന് വൈപ്പർ, അണലി അല്ലെ. ഒന്നെന്താണ്? സർപ്പം അല്ലെ. സർപ്പത്തിന് എന്താ പറയാ? കോബ്ര അല്ലെ. നോക്കൂ എന്തൊക്കെയാ സ്നേക്സ് ഉണ്ട് കേരളത്തിൽ. ഇന്ത്യൻ കോബ്ര, പിന്നെന്താ? സോസ്കെയിൽഡ് വൈപ്പർ, ഹം നോസ്ഡ് പിറ്റ് വൈപ്പർ, ഓർണേറ്റ് ഫ്ലൈയിങ് സ്നേക്ക്, കോമൺ ക്രേറ്റ്, കിങ് കോബ്ര, പിന്നെ ഹോഴ്സസ് ഷൂ പിറ്റ് വൈപ്പർ, ഡോഗ് ഫേസ്ഡ് വാട്ടർ സ്നേക്ക്, റൂസൽസ് വൈപ്പർ, മലബാർ പിറ്റ് വൈപ്പർ, പിന്നെന്താ? ബിബ്രോൺസ് കോറൽ സ്നേക്ക്, ചെക്കേഡ് കീൽബാക്ക്, ഗിരീസ് ബ്രോൺസ് ബാക്ക്, ഓറിയന്റൽ റാറ്റ് സ്നേക്ക്, സൗത്തേൺ ബാൻഡഡ് കുക്കറി, ഇന്ത്യൻ വോഫ് സ്നേക്ക്, സൗത്ത് ഏഷ്യൻ ബെക്കാഡാം, പിന്നെ ആനമലൈ വുഡ് സ്നേക്ക്, പിന്നെന്താണ്? ബുഫ് സ്ട്രൈഫ്ഡ് കീൽ ബാക്ക്, റെഡ് സാൻഡ് ബോ, ബ്രാഹ്മിനി ബ്ലൈൻഡ് സ്നേക്ക്, കോമൺ ബ്രോൺസ് ബാക്ക് ട്രീ സ്നേക്ക്, കോമൺ ട്രിങ്കറ്റ് സ്നേക്ക്. ഇതൊക്കെ നമ്മളെ ഏരിയയിൽ കാണുന്നതാണ് അല്ലേ. ആർ ഓൾ ദ സ്നേക്സ് വെനമസ്? അപ്പൊ എല്ലാ പാമ്പുകൾക്കും വിഷമുണ്ടോ? വിച്ച് ആർ ദ നോൺ വെനമസ് വൺസ്? അപ്പൊ വിഷമില്ലാത്ത പാമ്പുകൾ ഏതെല്ലാമാണ്? റാറ്റ് സ്നേക്ക്, ചേർ അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താണ് നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? വിഷം ഉള്ളതും ഇത് വെനീമസ് അല്ലെ. ഈ തന്നിരിക്കുന്ന ഈ ചിത്രത്തിലുള്ളതൊക്കെ എന്താണ്? വെനീമസും ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നതൊക്കെ എന്താണ്? നോൺ വെനീമസും, വിഷമില്ലാത്തതാണ് ഇതൊക്കെ അല്ലെ. അതിൽ പെട്ടതാണ് എന്ത്? നമുക്ക് ഈ എന്താ പറഞ്ഞിരിക്കുന്നത്? റാറ്റ് സ്നേക്ക്. ഓക്കെ. ഇനി വെനീമസ് സ്നേക്ക് എന്താന്ന് നോക്കാം അല്ലെ. വിഷപ്പാമ്പുകൾ ഏതാന്ന് നോക്കാം. ചെക്ക് ഔട്ട് ദി ഇൻഡിക്കേറ്റേഴ്സ് ടു ഐഡന്റിഫൈ കോമൺ വെനീമസ് സ്നേക്ക് ഫൗണ്ട് ഇൻ കേരള. കേരളത്തിൽ സാധാരണയായി കാണുന്ന വിഷപ്പാമ്പുകളെ തിരിച്ചറിയാനുള്ള സൂചനകൾ നോക്കിയാൽ എന്തൊക്കെയാണ്? കോബ്ര അല്ലെ. കോബ്ര എന്താണ്? മൂർഖൻ.
എന്താണ് കോബ്ര മൂർഖനാണ് അല്ലേ. എക്സ്പാൻഡബിൾ ഹുഡ്, എന്താണ് വികസിക്കുന്ന പത്തിയും, പിന്നെ 2 ഇന്റർ കണക്റ്റഡ് റിങ്സ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ഹുഡ്, അതിൻ്റെ പിൻഭാഗത്ത് എന്താണ് പരസ്പര ബന്ധിതമായ 2 വളയങ്ങളുണ്ട് അല്ലേ. അത് കണ്ടില്ല 2 വളയങ്ങൾ. പിന്നെന്താണ് 2 വൈഡ് ബാൻഡ്സ് ക്രോസ് ആൻഡ് ബിലോ ദ നെക്ക്, പിന്നെ കഴുത്തിന് താഴെ കുറുകയായിട്ട് എന്താ വീതിയുള്ള 2 വളയങ്ങളും ഉണ്ട്. ഓക്കെ, അതൊക്കെയാണ് എന്ത് കോബ്രയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അല്ലേ. ഇനി നോക്കിയേ, കിങ് കോബ്ര എന്താണ് രാജവെമ്പാല എന്ന് പറയും അല്ലേ. മാർക്ക് വിസിബിൾ ഓൺ ദ ഹുഡ്, എന്താണ് പത്തിയിൽ തെളിഞ്ഞ് കാണുന്ന ഈ ഷേപ്പ് അല്ലേ, ഇതാ ഈ ഷേപ്പ് കാണുന്നത് അല്ലേ, കണ്ടില്ലേ, അതിലെന്താണ് വിഷമുള്ളതാണ് അല്ലേ. ലെങ്ത് അപ് ടു 5 മീറ്റർ, പിന്നെന്താണ് 5 മീറ്റർ വരെ നീളം. ബാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബോഡി, ശരീരത്തിന് മുൻഭാഗത്ത് വളയങ്ങളുണ്ട്. ഡാർക്ക് ബ്ലാക്ക് കളർ ഓഫ് ദ ടെയിൽ, പിന്നെന്താണ് വാലിന് നല്ല കറുപ്പാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കൂ, കോമൺ ക്രേറ്റ് ആണ് കേട്ടോ, ശംഖു വരയൻ, വെള്ളിക്കട്ടൻ എന്നൊക്കെ പറയും. അപ്പോൾ വിസിബിൾ വൈറ്റ് ബാൻഡ്സ് അക്രോസ് ദ ബോഡി, ഡീപ്പ് ബ്ലാക്ക് കളർ, ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ള വരകളാണ്, കറുത്തിരുണ്ട നിറമാണിത് ഇതിന് അല്ലേ. പിന്നെ റുസൽസ് വൈപ്പർ, എന്താണ് റുസൽസ് വൈപ്പറിന് ആണലി, ചേനത്തണ്ട എന്നൊക്കെ പറയും അല്ലേ. ലാർജ് ട്രയാങ്കിൾ ഷേപ്ഡ് ഹെഡാണ് അതിന്. ചെയിൻ ലൈക്ക് ഓവൽസ് ഓൺ ദ ബോഡി, പിന്നെന്താ ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള വലിയ തല ഉണ്ട് അതിന്. പിന്നെ ശരീരത്തിൽ ചങ്ങല പോലെയുള്ള പുള്ളികളുമാണ് അതിന് റൗണ്ട്. അതാണ് എൻ്റെ റസൽസ് വൈപ്പറിലെ അണലി എന്ന് പറയുന്നത്, ചേരത്തണ്ടെന്നൊക്കെ പറയില്ലേ. ഇനി ബീക്ക്ഡ് സീ സ്നേക്ക്, എന്താണ് ബീക്ക്ഡ് സ്നേക്ക് പറഞ്ഞാൽ കടൽ പാമ്പ് അല്ലേ, വലകടി എന്നൊക്കെ പറയും. ദ ടെയിൽ ഈസ് ബ്രോണ്ട് ആൻഡ് ഷേപ്ഡ് ലൈക്ക് ആൻ ഓർ, എന്താണ് വാൽ പരന്നതും തുഴയുടെ ആകൃതിയുള്ളതുമാണ് അതിൻ്റെ വാല് കണ്ടോ. പിന്നെന്താണ് ഡാർക്ക് റിങ്സ് ഓൺ ദ ബോഡി, അതിൻ്റെ ബോഡിയിൽ എന്താണ് പുറത്ത് ഡായി റിങ്ങുകൾ പോലെ അല്ലേ, വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങളുണ്ട് അല്ലേ. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ സ്നേക്സ് ആർ നോൺ വെരിമസ്, എന്താണ് അധിക സ്നേക്കുകൾ എന്താണ് കൂടുതൽ പാമ്പുകൾ എന്താണ് വിഷമില്ലാത്തതാണ് കേട്ടോ, വെനമസ് അല്ലാത്തതാണ്. ഓൺലി 5 സ്പീഷീസ് ഓഫ് സ്നേക്സ് ഫൗണ്ട് ഇൻ കേരളം ആർ വെനമസ്, എന്താണ് കേരളത്തിൽ കാണുന്നവയിൽ ആകെ 5 ഇനം പാമ്പുകൾക്ക് എന്താ ഉള്ളൂ വിഷമുള്ളൂ. ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ്, ഇനി നോക്കൂ, ഇനി സ്നേക്ക് കടിച്ചാൽ, വിഷമുള്ള പാമ്പ് കടിച്ചാൽ എന്താണ് വേഗം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം അല്ലേ, അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കും. നോക്കാം, ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടിയേറ്റാൽ ഡു നോട്ട് ഇൻജർ ദ ബൈറ്റ് സൈറ്റ് ഓർ ട്രൈ ടു സക്ക് ഔട്ട് ഓഫ് ദ വെനം, കടിയേറ്റ ഭാഗത്ത് മുറിവ് ഉണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. ഡോണ്ട് പാനിക് ദ ബിറ്റൻ പേഴ്സൺ, കൺസോൾ ആൻഡ് ഹെൽപ്പ് ദം, സ്റ്റേ കാം, എന്താണ് കടിയേറ്റയാളെ പരിഭ്രമിക്കരുത്, സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കുക. ദ ബിറ്റൻ പേഴ്സൺ ഷുഡ് ബി ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി, ഈ കടിയേറ്റ ആളെ എന്താണ് പേടിപ്പിക്കരുത്, സമാധാനിപ്പിച്ചിട്ട് എന്താ ശാന്തത പാലിക്കുക, സഹായിക്കുക, ഉടനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുക. ഡിസ്കസ് ദ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് സ്നേക്സ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്, പാമ്പുകളുടെ പരിസ്ഥിതി പ്രാധാന്യം എന്തെല്ലാം എന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇനി നോക്കൂ, ഫെതേർഡ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഇനി അടുത്ത് ഫെതേർഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് തൂവൽ കുപ്പായക്കാർ, പക്ഷികളാണ് അല്ലേ. ഹാവൻ യു ലേൺഡ് അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബേർഡ്സ്, അപ്പൊ പക്ഷികളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്, എന്തൊക്കെയാണ് പക്ഷികളുടെ സവിശേഷതകൾ എന്നുള്ളത് അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഹൗ മെനി ബേർഡ്സ് ക്യാൻ യു ഐഡന്റിഫൈ, നിങ്ങൾക്ക് എന്തെല്ലാം പക്ഷികളെ തിരിച്ചറിയാനാവും. ട്രൈ ടു ലിസ്റ്റ് ദം, അതിന്റെ പേര് എന്താണ് ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഒബ്സർവ് എനി 5 ബേർഡ്സ് ഇൻ യുവർ നൈബർഹുഡ് ആൻഡ് റൈറ്റ് അബൌട്ട് ദം ഇൻ യുവർ സയൻസ് ഡയറി. വാട്ട് ആർ ദ തിങ്സ് ടു ഒബ്സർവ്, നിങ്ങളുടെ പരിസരത്തുള്ള ഏതെങ്കിലും 5 പക്ഷികളെ നിരീക്ഷിച്ച് അവയെക്കുറിച്ച് എന്താണ് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ. ദെൻ വാട്ട് ആർ ദ തിങ്സ് ടു ഒബ്സർവ്, എന്തെല്ലാം കാര്യങ്ങൾ നിരീക്ഷിക്കണം എന്നാണ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫെദേഴ്സ്, നോക്കൂ തൂവലുകളുടെ പ്രത്യേകത ഉണ്ടാവും. നെസ്റ്റ്, കൂട് അല്ലേ, എല്ലാത്തിനും ഒരേ കൂടാണോ അല്ല. ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫാറ്റ്, എന്താണ് കാലിൻ്റെ പ്രത്യേകത. കളർ ഓഫ് ദ ബേർഡിൻ്റെ കളർ അല്ലേ, പക്ഷിൻ്റെ കളറ്, സൈസ്, വലുപ്പം. പിന്നെന്താണ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബീക്ക്, അതിൻ്റെ കൊക്കിൻ്റെ പ്രത്യേകത. ഫുഡ്, ആഹാരം ഒക്കെ ശ്രദ്ധിക്കുക അല്ലേ, ഒക്കെ നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി മാമൽസ് ആണ്. മാമൽസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. വി ഹാവ് സം കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്, എന്താണ് വി ഹാവ് സം ക്യാരക്ടറിസ്റ്റിക് we have some common characteristics. Can you say what they are? എന്താണ് ഞങ്ങൾക്ക് എന്താ പൊതുവായ ചില സവിശേഷതകളുണ്ട്, എന്തെല്ലാം ഒന്ന് പറയാമോ. ഇവരെല്ലാവരും എന്താണ് പ്രസവിക്കുന്നതാണ് അല്ലേ, മുട്ടയിടുന്നതാണോ അല്ല, അതൊക്കെ എന്താണ് പ്രസവിക്കുന്ന ടീമാണ് അല്ലേ. പിന്നെ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക് ആണ് ഉള്ളത്. ഇതിങ്ങൾക്ക് എന്താണ് തൊലിയാണ് അല്ലേ, സ്കിന്നിൽ ചെറിയ രോമം പോലുള്ളതാണ് വരുന്നത് അല്ലേ. പിന്നെന്താ വരുന്നത്, പിന്നെന്താ വരുന്നത് അതിൻ്റെ ചെവിക്കൂടെ ഉണ്ട് അല്ലേ. ഇതിൻ്റെ നോക്കൂ ചെവിൻ്റെ ഇത്, എല്ലാവർക്കും ചെവിൻ്റെ ഇതില്ലേ,
പുറത്തേക്ക് തെറിച്ചിക്കുന്ന ചെവിയുണ്ട് അല്ലേ. പിന്നെ എന്തായാലും ഉള്ളത് നോക്കിയേ. പിന്നെ വരുന്നത് എന്താ സവിശേഷത നോക്കാം. ഹാവ് പിന്നെ എന്താ ചെവിക്കൂടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ സവിശേഷം എന്നൊക്കെ തോന്നുന്നു നോക്കാം. മാമൽസ് ആർ ക്രീച്ചേഴ്സ് ദാറ്റ് ഗീവ് ബർത്ത് ആൻഡ് ഫീഡ് മിൽക്ക് ദെയർ ഓഫ്സ്പ്രിംഗ് അല്ലേ. എന്താണ് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് എന്ത് മാമൽസ് എന്ന് പറയുന്നത് കേട്ടോ. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണെന്ത് മാമൽസ്. ഓക്കെ, ദേ ആർ ഓൾസോ മാമൽസ്. ഇവരും എന്താണ് മാമൽസ് ആണ് അല്ലേ. വെയിൽ, ഡോൾഫിൻ, ബാറ്റ്, ഓട്ടർ ഇതൊക്കെ മാമൽസ് ആണ് കേട്ടോ. ഇതൊക്കെ എന്താണ് പ്രസവിക്കുന്ന ടീമാണ് കേട്ടോ. ഇതൊക്കെ എന്തൊക്കെ വെയിൽ, തിമിംഗലം, ഡോൾഫിന്, ബാറ്റ്, വവ്വാല്, പിന്നെ ഓട്ടർ എന്ന് പറഞ്ഞാൽ നീർനായ, ഇതൊക്കെ പ്രസവിക്കുന്നവരാണ് കേട്ടോ. ഡിസ്കസ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. ഇവയുടെ പ്രത്യേകത ചർച്ച ചെയ്യാൻ. ദെൻ സം മാമൽസ് ആർ ഡൊമസ്റ്റിക് ആനിമൽസ്. ഫോർ വാട്ട് പർപ്പസ് ഡു വി കീപ് ദം. അപ്പോൾ ചില മാമൽസ് എന്താണ് ഡൊമസ്റ്റിക് ആനിമൽസ് ആണല്ലോ, വളർത്തു മൃഗങ്ങളാണല്ലോ. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ മൃഗങ്ങളെ വളർത്തുന്നത്? ഫോർ മീറ്റ് അല്ലേ, മാംസത്തിന്. ഫോർ മിൽക്ക് എന്താ പാലിന്. പിന്നെന്താ പിന്നെന്തിനാ എന്തിനാന്നുള്ളത് നിങ്ങൾ എഴുതുക. ഓക്കെ, ഈവൻ ദോ ഡൊമസ്റ്റിക് ആനിമൽസ് ആർ ഹെൽപ്ഫുൾ ടു us, sometimes humans get diseases from them. ഫൈൻഡ് ഔട്ട് ദ ലിസ്റ്റ് സച്ച് ഡിസീസസ്. എന്താണ് വളർത്തു മൃഗങ്ങൾ ഉപകാരികളാണെങ്കിലും അവയിൽ നിന്നും മനുഷ്യർക്ക് എന്താണ് രോഗങ്ങൾ പകരാറുണ്ടല്ലോ. എന്തെല്ലാം രോഗങ്ങളാണ് കണ്ടെത്തി എഴുതൂ. റേബീസ് എന്താണ് പേവിഷബാധ അല്ലേ. നായനെ വളർത്തുമ്പോൾ എന്താണ് നായനെ വളർത്തുമ്പോൾ നമുക്ക് എന്താണ് കടിയേറ്റാൽ എന്താ പേവിഷബാധ ഉണ്ടാവും അല്ലേ. പിന്നെ എന്തൊക്കെ അസുഖങ്ങളാണ് ഉണ്ടാവില്ലേ അത് എഴുതുക. വാട്ട് ആർ പ്രിക്കോഷൻസ് വാട്ട് ഷുഡ് വി ടേക്ക് വൈൽ ഇന്ററാക്ടിങ് വിത്ത് ഡൊമസ്റ്റിക് ആനിമൽസ്. വളർത്തുമൃഗങ്ങളുമായി ഇടപഴകുമ്പോൾ എന്തെല്ലാം മുൻകരുതലുകൾ ശ്രദ്ധിക്കണം? വാക്സിനേറ്റ് ഡൊമസ്റ്റിക് ആനിമൽസ് അല്ലേ. വളർത്തുമൃഗങ്ങൾ എന്താണ് വാക്സിൻ എടുക്കണം. പിന്നെന്താണ് ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ് ഹാവ് സ്പൈൻസ് അല്ലേ. ഈ മത്സ്യങ്ങൾ അതുപോലെ എന്താണ് ആംഫീബിയനും റെപ്റ്റൈലും ബേർഡ്സും മാമൽസിനും ഒക്കെ എന്താണ് നട്ടെല്ലുണ്ട് അല്ലേ. ദെൻ എക്സ്റ്റിൻറ്റ് ക്രീച്ചേഴ്സ്. ഇനി എന്താണ് അടുത്തത്? അന്യം നിൽക്കുന്ന ജീവികൾ എന്താണ്? മെനി ക്രീച്ചേഴ്സ് ദാറ്റ് എക്സിസ്റ്റഡ് once on earth have become extinct due to various reasons. The causes of their extinction such as extreme cold, drought, meteorite fall, epidemics and volcanic eruption are not under human control. However, by destroying their habitats, humans also play a major role in the extinction of creature. എന്താ ഇവിടെ പറയുന്നത്? ഭൂമിയിൽ മുമ്പുണ്ടായിരുന്ന പല ജീവികൾ എന്താണ് പല കാരണങ്ങളാൽ ഇല്ലാതായിട്ടുണ്ട്. അതിലെന്താണ് ഭയങ്കരമായിട്ടുള്ള തണുപ്പ് അല്ലെ, എക്സ്ട്രീം കോൾഡ്, പിന്നെന്താണ് ഡ്രൗട്ട് വരൾച്ച, പിന്നെന്താണ് മെറ്റിയോറൈറ്റ് ഫാൾ അല്ലെ ഉൽക്കാപതനം, പിന്നെന്താണ് എപ്പിഡമിക് ആൻഡ് വോൾക്കാനിക് ഇറപ്ഷൻ എന്താണ് രോഗവ്യാപനം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ കാരണങ്ങളാണ് എന്താ മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ളവയല്ല അതൊന്നും അല്ലെ. എന്ന കാരണങ്ങളാലാണ് എന്ത് കുറെ ജീവികളെ ഇല്ലാതായി പോയത് അല്ലെ. അതൊന്നും മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല. എന്നാൽ ജീവികളുടെ വംശനാശത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായ എക്കോസിസ്റ്റത്തിന്റെ നാശത്തിൽ എന്താണ് മനുഷ്യനും പങ്കുണ്ട് അല്ലെ. മനുഷ്യന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ജീവികളുടെ ഈ എക്കോസിസ്റ്റത്തിനെ ഇല്ലാതാക്കുന്നത്? നിങ്ങളുടെ ചുറ്റുപാടും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ചർച്ച ചെയ്യുക. ഈ എക്കോസിസ്റ്റത്തിന്റെ പുനഃസ്ഥാപനം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതിനെ എന്തെല്ലാം ചെയ്യാൻ കഴിയും? നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, then get familiar with some of the endangered creatures of Kerala. Find more example. വംശനാശ ഭീഷണി, അതായത് ഫെമിലിയർ വിത്ത് സം ഓഫ് ദ എൻഡേഞ്ചേർഡ് ക്രീച്ചേഴ്സ് ഓഫ് കേരള. വംശനാശിനി നേരിടുന്ന കേരളത്തിലെ ജീവികളുടെ പരിചയപ്പെടാൻ കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുക. അതായത് വംശനാശ ഭീഷണി എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവികൾ ഇല്ലാതാവുക അല്ലെ, കൂട്ടത്തോടെ ഇല്ലാതാവുക, ആ വംശം തന്നെ ഇല്ലാതാവുക അല്ലെ. അപ്പോൾ അതൊക്കെയാണ് ഇതിൽപ്പെട്ടത് അല്ലെ. എന്താ ടൈഗർ സ്പൈഡർ, എന്താ കടുവ ചിലന്തി, പിന്നെന്താണ് ഫൺ ഗോയിഡ് ഫ്രോഗ്, എന്താണ് മണവാട്ടി തവള, പിന്നെ ഇന്ത്യൻ പാങ്കോളിൻ, എന്താണ് ഈനാമ്പേച്ചി, കേട്ടില്ലേ ഈനാമ്പേച്ചി. ക്രീച്ചേഴ്സ് ആൻഡ് സൂപ്പർസ്റ്റിഷ്യൻസ്. ഈ എന്താ ജീവികളും അന്ധവിശ്വാസങ്ങളും ഉണ്ട്. ലുക്ക് അറ്റ് ദ ക്രീച്ചേഴ്സ് ഇൻ ദ പിക്ചർ. ചിത്രത്തിലുള്ള ക്രീച്ചേഴ്സിനെ നോക്കൂ. ബാൺ ഔൾ, എന്താണ് വെള്ളിമൂങ്ങ, പിന്നെന്താ വെസ്റ്റേൺ ബ്ലൈറ്റ് സ്നേക്ക്, ഇരുതല മൂരി എന്ന് പറയില്ലേ. പിന്നെന്താ ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയ്സ്, നക്ഷത്രയാമ, പിന്നെന്താണ് സർപ്പന്റ്, സർപ്പം അല്ലേ. ദർ ആർ മെനി misconception about these creatures. What problems do such misconception create? ഈ ജീവികളെ കുറിച്ച് തെറ്റായ പല ധാരണകളും നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക? ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ, സാമ്പത്തിക ചൂഷണം ഉണ്ടാക്കും. എക്സ്റ്റിൻഷൻ ഓഫ് ക്രീച്ചേഴ്സ്, ജീവികളുടെ വംശനാശം അല്ലെ. ഓർഗനൈസ് എ സെമിനാർ ഓൺ ദിസ് ടോപ്പിക് ഇൻ ദ ക്ലാസ്. ഈ വിഷയത്തിൽ ക്ലാസ്സിൽ ഒരു സെമിനാർ
സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിലുള്ളത് കേട്ടോ. ഓക്കെ, ദെൻ ഇവിടെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. അപ്പം നിങ്ങളെ ഈ ചാപ്റ്റർ, അതായത് ബേസിക് സയൻസ് ഇവിടെ അവസാനിച്ച് ഈ ചാപ്റ്റർ ഇനി നിങ്ങൾ എന്താണ് അടുത്ത പാർട്ട് 2 ആണ് ഇത് അവസാനിച്ചത് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ നന്നായി പഠിക്കുക, നന്നായി മാർക്ക് വാങ്ങുക, നല്ല കുട്ടികളായി ജീവിക്കുക. ഓക്കെ, താങ്ക് യു.